ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊക്കെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി പഠിച്ചപ്പോൾ ഒരു കഥ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ നിങ്ങൾക്കൊന്ന് നെറേറ്റ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. ബേസിക്കലി എന്താണ് ആ ഡിസോർഡർ എന്നുള്ളതിൻ്റെ ആ ഒരു ഡേഞ്ചറസ്നെസ് കൂടുതൽ മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി 19 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മൂഡ് ചേഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ സൂയിസൈഡൽ തോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ റിലേഷൻഷിപ്സ് ഒന്നും അത്ര സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഓൾസോ ഈ റിലേഷൻഷിപ്സ് ഒന്നും സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് അതിൻ്റേതായ രീതിയിലുള്ള 2-3 അബോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി സ്വന്തമായിട്ട് ആ കുട്ടീനെ തന്നെ കില്ല് ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നപ്പോൾ കുട്ടീനെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടി ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് അവിടുന്ന് അവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ഫിസിക്കൽ ഫൈറ്റ് ഉണ്ടായി. ആൻഡ് ആ ഒരു ഫിസിക്കൽ ഫൈറ്റ് ഉണ്ടായതിനു ശേഷം ആ കുട്ടി വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ ആ കുട്ടിയുടെ മദറുമായിട്ട് ഭയങ്കരമായിട്ട് ക്ലാഷ് ഉണ്ടാവുന്നു. ആൻഡ് വീട്ടിൽ നിന്ന് കാർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ആൻഡ് അത് കണ്ടു വന്ന ഒരാളുടെ അടുത്ത് ആ കുട്ടി ഞാനിപ്പോൾ എന്നെ തന്നെ കില്ല് ചെയ്യുമെന്നും പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നത്. എന്തുമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണല്ലേ അത്. അതായത് നമുക്ക് അയാളുടെ മൂഡിനെയോ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സിറ്റുവേഷനെയോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മുടെ ഇടയിലും ഇതുപോലെ ഭയങ്കരമായിട്ട് മൂഡ് ഫ്ലക്ച്വേഷൻസും ഇൻസ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ സെൽഫ് ഇമേജിനോട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു വീർപ്പുമുട്ടലുകളും, പിന്നെ ഭയങ്കര എംപ്റ്റിനെസ് തോന്നുക, ഡിപ്രസീവായിട്ട് തോന്നുക, റിലേഷൻഷിപ്സ് ഒന്നും ഭയങ്കര സ്റ്റേബിൾ അല്ലാത്ത രീതിയിൽ കൊണ്ടുപോവുക, ഇങ്ങനത്തെ ഒത്തിരി ഇഷ്യൂസായിട്ട് കടന്നു പോകുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പം നമ്മൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കി ബി ദർ ഫോർ ദം. നമുക്ക് ഇൻ കേസ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നേരത്തെ അവരിലുണ്ടെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.